ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 18-ാം തീയതിയാണ് വരുന്ന വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. നെയ്മർ ജൂനിയർ ആ സ്ക്വാഡിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. അത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമാണ്. ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബായ റെഡ് ബുൾ ബ്രാഗാന്റിനോയുടെ പരിശീലകനാണ് വാഗ്നർ മാൻസീനി. അദ്ദേഹം ഇപ്പോൾ നെയ്മർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വാഗ്നർ മാൻസീനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ഒരു അസാധാരണമായ താരമാണ്, അതൊരു സത്യമാണ്. സംശയങ്ങൾ ഒന്നും കൂടാതെ ഞാൻ നെയ്മറെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തും. CBF നെയ്മറെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകുമെന്നും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പ്ലാനുകൾ അവർക്ക് ഉണ്ടാകുമെന്നും ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. ആഞ്ചലോട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ മത്സരം നിർണ്ണയിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് നെയ്മർ. അത്തരത്തിലുള്ള മറ്റൊരു താരവും ബ്രസീലിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത് ബ്രസീലിന് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിരിക്കും. മറ്റു ടീമുകൾക്ക് ഇല്ലാത്ത ഒരു മുതൽക്കൂട്ടായിരിക്കും നമുക്ക് നെയ്മറെ പോലെയുള്ള ഒരു താരം. ഇതാണ് റെഡ് ബുൾ ബ്രാഗാന്റിനോ എന്ന ടീമിൻ്റെ പരിശീലകനായ വാഗ്നർ മാൻസീനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ സംഭവിച്ചാലും നെയ്മറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. മറ്റു ടീമുകളേക്കാൾ കൂടുതൽ ഒരു മുൻതൂക്കം അവിടെ നെയ്മർ ഉണ്ടെങ്കിൽ ബ്രസീലിന് ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫിറ്റ്നസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ തഴയുകയാണ്. നെയ്മറെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.